പച്ചപ്പാളയിൽ പ്രകൃതിദത്തമായ 5 കളറുകൾ ചേർത്താണ് ദേവിയുടെ കോലം വരയ്ക്കുന്നത്. മാവില വാട്ടിയ കരി, ചെങ്കല്ല്, പച്ചയും വെള്ളയും അടങ്ങുന്ന നിറങ്ങൾ എന്നിവയാണ് കോലം വരയ്ക്കാൻ ഉപയോഗിക്കുന്നത്. കുരുത്തോലയുടെ മടൽ ചെത്തി ഒരുക്കി തയ്യാറാക്കുന്ന ബ്രഷിലാണ് കോലം എഴുതുക. ഏറെ സമയമെടുത്തും വ്രതാനുഷ്ഠാനങ്ങളോടും കൂടിയാണ് ഓരോ കോലവും കലാകാരന്മാർ തയ്യാറാക്കുന്നത്. 101 പാള മുതൽ 1001 പാള വരെ ഉപയോഗിച്ചുള്ള കോലങ്ങളാണ് ഭക്തർ വഴിപാടായി ദേവിക്ക് സമർപ്പിക്കുന്നത്. കോലമെഴുത്ത് പൈതൃകമായി ലഭിച്ച പത്തനംതിട്ട പടയണി ഗ്രാമത്തിലെ കലാകാരന്മാരാണ് കോലമെഴുത്തിൽ പ്രധാനികൾ. ദേവിക്ക് വഴിപാടായി ഏറെയും ഭക്തർ സമർപ്പിക്കുന്നത് ഭൈരവി കോലമാണ്. കാലൻ കോലം, പക്ഷിക്കോലം, മരതക്കോലം എന്നിവയും സമർപ്പിക്കുന്നു. കമുകിൻ്റെ പാളയിലാണ് നമ്മൾ ഈ കോലം ചെയ്യുന്നത്. അതായത് കമുകിൻ്റെ പാള എടുത്ത് അതിൻ്റെ പച്ചഭാഗം ചെത്തി കളഞ്ഞിട്ട് അതിനെ വെള്ളയാക്കും. വെള്ളയാക്കിയിട്ട് ആ വെള്ളയിൽ നമ്മൾ മാവല വാട്ടിക്കരിച്ച കറുപ്പ്, അതുപോലെ തന്നെ ചെങ്കല്ല്, ചുവപ്പ് എന്ന് പറയാം. നമ്മൾ മുറ്റത്തൊക്കെ കിടക്കുന്ന കല്ല് തന്നെ, പക്ഷേ അതിപ്പോൾ നമുക്ക് അങ്ങാടിക്കടയിൽ കിട്ടുന്നതുകൊണ്ട് കാവിമണ്ണെന്ന് പറയും. ആ കാവിമണ്ണ് വാങ്ങിക്കും, അത് ആ ചുവപ്പായിട്ട് എടുക്കുന്നത്. പിന്നെ പാളയുടെ പച്ചയും വെള്ളയും, അങ്ങനെ 5 കളറാണ്. എല്ലാം നാച്ചുറലാണ്, പ്രകൃതിദത്തമായ കളറുകളാണ്. എല്ലാം മരുന്നും ആയുർവേദമാണ്. 2 രാവും പകലും സമയമെടുത്താണ് ഓരോ കോലവും പൂർത്തിയാക്കുക. വരുമാനത്തിനപ്പുറം പൈതൃകമായി ലഭിച്ച കോലമെഴുത്ത് ഒരു അനുഗ്രഹമായി കാണുകയാണ് ഈ കലാകാരന്മാർ. ന്യൂസ് 18 പത്തനംതിട്ട.